നല്ല പച്ചക്കാന്താരിയും ചെറുള്ളിയൊക്കെ ചേർത്തിട്ട് നല്ലൊരു അസാധ്യ രുചിയിൽ ഒരു മീൻ പൊള്ളിച്ച് തയ്യാറാക്കിയാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മെത്തേഡാണ് നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോണത്. വീഡിയോ പൂർണ്ണമായും കാണുക. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നത് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും K4 കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 450 ഗ്രാം വരുന്ന 2 പ്രോംഫട്ടാണ് നമ്മൾ എടുത്തേക്കണത്. ഇതാണ് ഇത് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കണം, നന്നായിട്ട് ഡീപ്പായിട്ട് വരഞ്ഞെടുക്കണം. ഇതേപോലെ തന്നെ 2 സൈഡും ഒരേപോലെ തന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് മസാലയ്ക്ക് പറ്റിയൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് എടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇത് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചാൽ പ്രോംഫട്ടിനെ ഒന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാല എല്ലായിടത്തും പറ്റാം. പിന്നെ ഉള്ളിലോട്ടൊക്കെ ഈ മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട് നന്നായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ലെമണിൻ്റെ ഉപ്പൊക്കെ ശരിക്കും മീറ്റിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ തേച്ച് പിടിക്കണം. മീനിൻ്റെ എല്ലാ ഭാഗത്തും ഇത് ഈ മീറ്റിൻ്റെ ഉള്ളിൽ ഇത് പ്രത്യേകിച്ച് ഇതുപോലെ തന്നെ ആ വരഞ്ഞതിൻ്റെ ഉള്ളിൽ മസാല തേച്ച് കൊടുക്കണം. പ്രത്യേകിച്ച് ഉൾഭാഗത്ത് ശരിക്കും തേച്ച് കൊടുക്കണം. നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫിഷ് മസാലയ്ക്ക് പറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു 10-15 മിനിറ്റ് നമുക്കൊന്ന് മസാല പിടിക്കാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള വാഴയിലേക്കൊന്ന് പൊള്ളിച്ചെടുക്കാം. വാഴയിലയിൽ പൊതിഞ്ഞാണ് നമ്മൾ ഫിഷ് തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് വാഴയില പൊള്ളിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇതിനുള്ളൊരു വേറെ സ്പെഷ്യൽ മസാല നമുക്ക് തയ്യാറാക്കണം. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് കണ്ടുപോകാം. ഈ മസാല തയ്യാറാക്കാനായിട്ട് 30 ഗ്രാം കാന്താരി മുളകാണ് നമ്മളോട് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 100 ഗ്രാം ചെറുള്ളി, അതും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അല്പം കറിവേപ്പില. ഞാനിവിടെ ഒരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട്. ഈ ജാറിലേക്ക് നമുക്ക് ഈ കാന്താരി മുളക്, ചെറുള്ളി, കറിവേപ്പില ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം. ചതച്ചെടുക്കാനേ പാടുള്ളൂ, പേസ്റ്റ് ആക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഫിഷ് ഒരു മസാല തയ്യാറാക്കണമെങ്കിൽ ഈ ഫിഷിന് ആദ്യം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതേ ട്രേ തന്നെയാണ് ഞാൻ മസാല തയ്യാറാക്കണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ അതിനകത്തുണ്ടോ. അതിനകത്തേക്ക് ചതച്ച ചെറുള്ളി, കാന്താരി മുളക് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ കേട്ടോ. ഇതൊക്കെ ഈ മസാലയിലേക്ക് ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം. അപ്പോൾ ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തതാണ്, എങ്കിലും ഒരു ചെറിയൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. അതേപോലെ അല്പം മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് മസാല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ കാന്താരി മുളകിൻ്റെ ചെറുള്ളിയുടെ അളവൊന്ന് കൂട്ടുക. ഇതിപ്പോൾ ഒരു മീഡിയം എരിവിനാണ്ട് നമ്മൾ നമുക്ക് ആ ഫിഷ് എടുത്തിട്ട് ഫിഷിനെ ഇത് വെച്ചൊന്ന് മസാല വരട്ടെടുക്കാം. ഫിഷിൽ പ്രത്യേകിച്ച് ഈ ഉൾഭാഗത്ത് ഇന്ന് വെച്ച് കൊടുക്കണം. നമ്മൾ മാരിനേറ്റ് ചെയ്ത ഫിഷിനെ നമുക്ക് ഈ വാഴയിലേക്ക് ഒന്ന് പൊതിയാം. വാഴയിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് മീൻ ഇങ്ങനെ വെക്കുക. ഒരല്പം മസാല അത് ഇതുപോലെ വെച്ച് കൊടുക്കുക. എല്ലാ സൈഡിൽ നിന്നും ഒരേപോലെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കുക. ഇത് പൊതിഞ്ഞെടുത്തിട്ട് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മീൻ പൊള്ളിക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഒരു അല്പം കോക്കനട്ട് ഓയിൽ വെച്ച് കൊടുക്കാം. നമുക്ക് അതിലേക്ക് നമ്മൾ പൊതിഞ്ഞ് വെച്ച ഫിഷ് ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് വെക്കാം. ഇനി ചെറിയ ചൂടിൽ ഒരു 15 മിനിറ്റ് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് അപ്പോൾ നല്ല കട്ടിയുള്ള മൂടി വെച്ചിട്ട് വേണം ഇത് നമുക്ക് കവർ ചെയ്യേണ്ടത്. നമ്മുടെ ഫിഷിൻ്റെ 1 സൈഡ് ആയിട്ടുണ്ട്. ഇതിനൊന്ന് മറിച്ചിട്ട് നമുക്ക് അപ്പുറം സൈഡ് ഒന്നുകൂടി കുക്ക് ചെയ്യാം. ഒരു 15 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും സ്ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ 2ാമത്തെ സൈഡും ആയിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് അപ്പുറം സൈഡ് ഒന്നും കൂടി നമുക്ക് ഗ്രില്ല് ചെയ്യാം.
അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഫിഷ് വേഗണ വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം ഒരു 35-40 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഫിഷ് ഫുള്ളായിട്ട് തന്നെ ഗ്രില്ലായി കിട്ടി. സ്ലോ ഫ്ലെയിമിൽ നമ്മൾ പൊള്ളിക്കാൻ വെച്ച ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല അടിപൊളി പൊള്ളിച്ച ഫിഷാണ് നമുക്ക് കാട്ടിയേക്കണത്. ആഹാ, അടിപൊളി. ഈ കാണുന്നത് നല്ല പഞ്ഞിയായിട്ടാണ് അതിനെ വന്നേക്കണേ. ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ. അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് എരിവ് കൂടുതലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ടിപ്പുണ്ട്. ഞാൻ ഒരല്പം കോക്കനട്ട് മിൽക്ക് എടുത്തിട്ടുണ്ട്, അത് ഇതിനകത്തേക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിൽ എരിവ് കൂടുതലാണെങ്കിൽ നമുക്കൊരല്പം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതിനൊന്ന് കുറക്കാൻ പറ്റും. എരിവ് കൂടുതലാണെങ്കിൽ തികച്ചും വ്യത്യസ്ത രുചി തന്നെ ആയിരിക്കും ഇതിന്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരേക്കും. ഇസ് ബൈ ഫ്രം ടീം കെ4 കിച്ചൺ.